നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് നേരെ PDF-ലേക്ക് പോകാം. PDF-ൽ ആദ്യത്തെ പേജിൽ തന്നെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 6/10/2025 ആണ്. അതായത് ഒക്ടോബർ 6-ാം തീയതി തൊട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വരുന്ന തിങ്കളാഴ്ച തൊട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 5 വരെയാണ്. ഒരു മാസത്തോളം സമയം നമുക്ക് എന്തിനുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. എല്ലാ തവണയും പറയും പോലെ എന്താണ്, അവസാനത്തെ ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. സൈറ്റ് ബിസി ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും വേഗം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തൊട്ടടുത്ത കോളത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സാമിന്റെ സ്റ്റേജ് 1 എക്സാമിന്റെ ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് വന്നിട്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് നടക്കുക. അതായത് ഈ കൊല്ലം അവസാനം അടുത്ത കൊല്ലം തുടക്കത്തിലായിരിക്കും ഇതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുക. സ്റ്റേജ് 2 എക്സാമിന്റെ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ DDAയുടെ വെബ്സൈറ്റ് വഴി പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് അവർ അപ്ലൈ ചെയ്യേണ്ടത് www.dda.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം അതിനകത്ത് ജോബ്സ് ആൻഡ് ഇന്റേൺഷിപ്പ് എന്നുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വ്യൂ ആൾ എടുക്കുക. അതിൽ ലേറ്റസ്റ്റ് ജോബ് എടുത്തിട്ട് ജോബ് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക, അതിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഡിഗ്രി ലെവൽ പോസ്റ്റിലേക്കുള്ളതുണ്ട്, +2 ലെവൽ പോസ്റ്റിലേക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ 10th ലെവൽ പോസ്റ്റിലേക്കുള്ളതുമുണ്ട്. പല ഏജ് ലിമിറ്റുകളുള്ള പല പേ ലെവലുകളുള്ള പോസ്റ്റുകളാണ് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് തുടർന്നുള്ള പേജുകളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കതിൽ ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ള പോസ്റ്റ് പ്രോഗ്രാമറുടെ പോസ്റ്റാണ്. അത് പേ ലെവൽ 6-ലാണ് വരുന്നത്. അത് 30 years ആണ് ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി ഒരു 6 വേക്കൻസിയോളം ഉണ്ട്. അപ്പം ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത ഒരു പോസ്റ്റിലേക്ക് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആൾക്കാർക്കാണ് അടുത്ത പോസ്റ്റ് വരുന്നത്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ അതിലേക്കുള്ള പോസ്റ്റാണ്. അതിലും പേ ലെവൽ എന്താണ് 6 ആണ് വരുന്നത്. അതിലേക്ക് 104 വേക്കൻസിയോളം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഹോൾഡർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. പിന്നെ അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇലക്ട്രിക്കലും മെക്കാനിക്കലിനകത്തും ബിടെക് പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലും മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബിടെക് പാസ്സായ ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. 67 പോസ്റ്റ് വേക്കൻസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ അഗ്രികൾച്ചറിനകത്ത് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിനകത്തോ ഗ്രാജുവേഷൻ നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഹോർട്ടിക്കൾച്ചർ സെക്ഷനകത്ത് സെക്ഷൻ ഓഫീസറായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു 75 വേക്കൻസി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അടുത്ത ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലേക്കുള്ളതാണ്. പേ ലെവൽ 5 ആണ് അതിന്റെ വരുന്നത്. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതിയാവും നമുക്ക്. അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെന്റും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 170 സെന്റിമീറ്റർ പൊക്കം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ചെസ്റ്റിന്റെ എക്സ്പാൻഷനും അല്ലാതുള്ള അളവുകളും പറയുന്നുണ്ട്. 55 കിലോ വെയിറ്റ് വേണം എന്നും പറയുന്നുണ്ട്. ഇത് മെയിലിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഫീമെയിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും 157 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ബാക്കി എക്സ്പീരിയൻസിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. വായിച്ചു നോക്കുക. ഇതിലേക്ക് 6 പോസ്റ്റിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ബാക്കിയുള്ളതിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റ്. പേ ലെവൽ 2 ആണ് വരുന്നത്. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് 10th ക്ലാസ് ഓർ ഈക്വലന്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്പിംഗും പറയുന്നുണ്ട്. അതായത് ടൈപ്പിംഗ് സ്പീഡ് ഓഫ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ
30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി എന്നാണ് പറയുന്നത്. അതായത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ് വേണം, ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റും എന്താണ് ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് 199 വേക്കൻസികളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും എന്താണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധിക്കുന്ന പോസ്റ്റാണ്. നിങ്ങൾക്ക് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നുമില്ല, നമുക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിനു ശേഷം സ്റ്റേജ് 1 എക്സാം നമ്മൾ ക്ലിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്റ്റേജ് 2 ആയിട്ട് സ്കിൽ ടെസ്റ്റിന് വിളിക്കും. സ്കിൽ ടെസ്റ്റിന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതിയാകും. ഈ സ്പീഡ് സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്ത 25ാമത്തെ പോസ്റ്റായിട്ട് ഇതിനകത്ത് മാലി എന്നുള്ളൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പേ ലെവൽ 1ലുള്ള പോസ്റ്റാണ്. 18 തൊട്ട് 25 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഗാർഡനർ പോലെയുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഇതിലേക്ക് 10th പാസ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. എക്സ്പീരിയൻസോ ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഇതിലേക്ക് 282 വേക്കൻസിയോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും എന്ത് ചെയ്യുക, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള 25 വയസ്സിൽ ഓളം പ്രായമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. പിന്നെ അടുത്തൊരു പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത് MDS ആണ്. MDS നോൺ മിനിസ്ട്രിയിലാണ്. പേ ലെവൽ 1 ആണ് അതിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ മാലിയുടെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരിക. അതായത് 10th പാസ് ആണ് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇതിൽ 745 വേക്കൻസികളാണ് ഇപ്പോൾ വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം വേറെ ഏത് പോസ്റ്റ് അപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ 2 പോസ്റ്റും ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കണം, അപ്ലൈ ചെയ്തേക്കണം. ഓക്കെ, ഇനി അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് മേലെ പറഞ്ഞിരിക്കുന്ന വേക്കൻസി ഇൻക്രീസ് ഓർ ഡിക്രീസ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഈ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് ഒന്നിൽ കൂടുതൽ മോർ ദാൻ 1 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട് എങ്കിൽ അപ്ലൈ സെപ്പറേറ്റ്ലി എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആ പോസ്റ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ MDSന്റെ പോസ്റ്റിലേക്ക് മാലിയുടെ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും 2 ആപ്ലിക്കേഷനായിട്ട് കൊടുക്കണം എന്നാണ് PDF-നകത്ത് പറയുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഏജിന്റെ കാര്യത്തിലുള്ള റിലാക്സേഷനെ പറ്റിയാണ് പേജ് നമ്പർ 19 നമുക്ക് പറയുന്നത്. പേജ് നമ്പർ 19-നകത്ത് പതിവ് പോലെ തന്നെയാണ് SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം റിലാക്സേഷൻ കിട്ടും. അതായത് 30 വയസ്സ് വരെയുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ആയിട്ട് വരിക. ഇനി OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലമാണ് റിലാക്സേഷൻ കിട്ടുക. അതായത് 30 വയസ്സ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് 33 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ട് എങ്കിൽ 10 കൊല്ലമാണ് റിലാക്സേഷൻ പറയുന്നത്. അതായത് 30 വയസ്സ് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് 10 കൊല്ലം റിലാക്സേഷൻ കിട്ടിയിട്ട് 40 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പേജ് നമ്പർ 21 പറയുന്നുണ്ട് എക്സാമിനേഷന്റെ ഫീസാണ്. എക്സാമിനേഷന്റെ ഫീസിനകത്ത് UR അല്ലെങ്കിൽ OBC നോൺ NCL നോൺ ക്രിമി ലെയറിലുള്ളതാണ്. പിന്നെ EWSകാരാണെന്നുണ്ടെങ്കിൽ 2500 രൂപയാണ് എക്സാം ഫീസായിട്ട് പറയുന്നത്. ഈ എക്സാം ഫീസ് റീഫണ്ടബിൾ അല്ല എന്നും നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. ഇനി PWBD കാൻഡിഡേറ്റ്, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാൻ സാധിക്കും, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, പിന്നെ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC/ST ഇതിൽ വരുന്ന ആൾക്കാർക്ക്, ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 1500 രൂപയാണ് ഫീസായിട്ട് പറയുക. അത് റീഫണ്ടബിൾ ആണ് എന്നും നോട്ടിഫിക്കേഷനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അപ്പം നോക്കുക, നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റോ അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. കാരണം 1500 രൂപ ഫീസ് ഇപ്പം നമ്മൾ കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി എക്സാമിന്റെ സിലബസിലും എക്സാം പാറ്റേണിലേക്കും വരുമ്പോഴത്തേക്കും നമ്മളിതിൽ നമുക്ക് പ്രധാനപ്പെട്ട, അതായത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ മാലി MDS പോസ്റ്റലിന്റെ സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കാം. അതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ മാലിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും MDSന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും സിംഗിൾ സ്റ്റേജ് ഓൺലൈൻ എക്സാം ആണ് കണ്ടക്ട് ചെയ്യപ്പെടുക. സിംഗിൾ സ്റ്റേജ് ഓൺലൈൻ എക്സാമിനകത്ത് പാർട്ട് 1-നകത്ത് 2 പാർട്ടുകളുണ്ടാവും. ആ പാർട്ട് 1-നകത്ത് 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം പാർട്ട് 2-നകത്ത് വരുമ്പോഴത്തേക്കും എന്താണ് 10 ക്വസ്റ്റ്യൻ റീസണിംഗ് നിന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വെച്ചിട്ട് 10 മാർക്ക്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക് ഉണ്ട്. ജനറൽ അവയർനെസ് ഉണ്ട് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും 10 ക്വസ്റ്റ്യൻസും 10 മാർക്കുമാണ് ഉണ്ടാവുക. പിന്നെ CBT എക്സാമിനകത്ത് MDSന്റെ പോസ്റ്റിലേക്കാണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, അതിനകത്ത് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മണിക്കൂർ സമയമാണ് പറയുക. ഓക്കെ, ഇതിനകത്ത് മാത്സിനകത്ത് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ഇംഗ്ലീഷിനകത്തും 25 ക്വസ്റ്റ്യൻ 25 മാർക്കും ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഒരു പേപ്പറും ഉണ്ടാകും. അതിൽ
20 ക്വസ്റ്റ്യൻസും 20 മാർക്കും ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലത്തെ PDF കൊടുത്തിട്ടുണ്ട്, മുകളിലത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. 28 പേജുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ജനറലായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇതിനെ എടുത്ത് പറഞ്ഞത്. ഓക്കെ, നോക്കുക. അപ്പം നമ്മൾ ഈ SSCക്കും ബാങ്കിനും ഒക്കെ പഠിക്കുന്ന സെയിം സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സ്കിൽ ടെസ്റ്റും കൂടെ ഉണ്ടാകും എന്ന് മാത്രം. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും, ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ ടൈപ്പിസ്റ്റിൻ്റെ പോസ്റ്റിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നുള്ള പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ടൈപ്പിങ്ങിൻ്റെ സ്കിൽ ടെസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം നമ്മൾ ഈ പറയുന്ന എല്ലാ പോസ്റ്റിലേക്കും, അതായത് ഇതിന് മുമ്പ് വന്ന ഡൽഹി പോലീസ് പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിലും ഇതിലേക്കാണെന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരേ സിലബസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എക്സാമിൻ്റെ ടൈമിങ്ങും ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് വരിക. അപ്പം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാംസ് എല്ലാം നമുക്ക് ഒരേപോലെ എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.